ഹലോ ഗായ്സ്, SKS മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസായിട്ട് വന്നതല്ല ഗായ്സ്. അപ്പം ഞാൻ ഇന്നൊരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനിരുന്നതാണ്. അപ്പം അത് ഏത് വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു പെട്ടിയോട്ടോ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അത് പുട്ടി വർക്കെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള വീഡിയോസാണ് ഭാഗമാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തുള്ള ഭാഗം എന്ന് വെച്ചാൽ ഞാൻ ഇടാൻ വേണ്ടി ഇന്നലെ എഡിറ്റ് ചെയ്ത് എൻ്റെ തമ്പനയിലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്, കാരണം ഫോട്ടോ എല്ലാം കറക്റ്റ് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എല്ലാം വെച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ അത് രാത്രി തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാൻ മൊബൈലിലോട്ട് എൻ്റെ മെമ്മറി കാർഡിലോട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ എനിക്കൊരു ഇൻട്രോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇൻട്രോ എടുത്തിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വൈകിട്ടൊക്കെ ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് വീഡിയോയ്ക്ക് ഇൻട്രോ എടുത്തിട്ട് ഒരു 1-2 വീഡിയോസ് ഇൻട്രോ എടുത്തപ്പോഴത്തേന് വെളിയിൽ നിന്നുള്ള സൗണ്ടൊക്കെ കാരണം റെഡി ആയില്ല. അത് കാരണം ഞാൻ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേന് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന, അതായത് ഞാൻ ഈ പെട്ടിയോട്ടോടെ പെയിൻറ്റിങ്ങിന് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ വീഡിയോസും കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഐസ്. എന്തോ പറയാനാണെന്ന് വെച്ചാൽ ഞാനിന്ന് രാവിലെ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. എല്ലാവരും എന്നത് ക്ഷമിക്കണം ഗൈസ്. ഞാൻ ഇന്നത്തെ ഒരു ദിവസമേ പോയി ഗൈസ്. രാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ രാവിലെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങുന്നത്. പക്ഷേ അതിന് രാവിലെ അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോസ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും മൊബൈലില്ല, മെമ്മറി കാർഡിനകത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഷമീർക്ക വിളിച്ചു. ഷമീർക്ക ഞാൻ ഉറപ്പായിട്ടും വിളിക്കും കേട്ടോ. ഷമീർക്ക യൂട്യൂബ് കോർണർ മലയാളം ചാനൽ ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ ചാനലിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ചേട്ടനെയാണ് വിളിക്കുന്നത്. ചേട്ടനെ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടപ്പം ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഇടുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിന് മുമ്പ് ഞാൻ ഇതേപോലെ മൊബൈൽ കടയിൽ വിളിച്ചു കേട്ടോ. മൊബൈൽ കടയിൽ നമ്മുടെ ചേട്ടനെ നമുക്ക് പരിചയമുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ നമുക്കറിയില്ലല്ലോ. അത് കാരണം ഞാൻ ഷമീർക്ക വിളിച്ചു. ഷമീർക്ക പറഞ്ഞു കുഴപ്പമില്ല, വിഷയമില്ലെന്ന് ഇടുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അത് എടുക്കാനായിട്ട് പറ്റത്തില്ല കൈസ്. എന്താണെന്ന് വെച്ചാൽ ആ മൊബൈലിലെ വീഡിയോസ് മൊബൈലിൽ നിന്ന് എടുക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. ആ വീഡിയോസ് കളഞ്ഞ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ആകെ ഒരു മൂഡൗട്ടായിരിക്കുകയാണ്. എനിക്കിത് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു അവസാന ഭാഗം ഒന്ന് കാണിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹത്തിലാണ് ഞാൻ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്തത്. പക്ഷേ സംഭവം നടന്നില്ല. എല്ലാവരും അടുത്ത് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയി. നമ്മുടെ ധൃതിയാണ് എല്ലാത്തിനും വിഷയം. നമ്മൾ വന്നിട്ട് കിടന്ന് ധൃതി വെച്ചിട്ട് പെട്ടെന്ന് വർക്ക് തുടങ്ങാൻ വേണ്ടി കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അന്നേരം പണിയുണ്ട്. അന്നേരം മൊബൈലും കൊണ്ട് ഇരിക്കപ്പോഴത്തേന് അവർക്ക് വേറെതായിട്ട് തോന്നും. അത് കാരണം ഞാൻ രാവിലെ വന്നിട്ട് ഇൻട്രോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത് പെട്ടെന്ന് വർക്ക്. പക്ഷേ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡും ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ജോലി തുടങ്ങുന്നത്. പക്ഷേ അന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ എടുത്ത 1-2 വീഡിയോസ് വെളിയിലെ സൗണ്ട് കാരണം റെഡി ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ധൃതി വെച്ച് ഇതും കൂടെ എടുത്ത് കളഞ്ഞു കൈസ്. അങ്ങനെയാണ് പറ്റിപ്പോയത്. ഇനി എന്തോ പറയുന്നത്, ഇനി എനിക്കൊന്നും പറയാനില്ല കൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോസ് നമുക്ക് കാണുന്നതായിരിക്കും.